നമസ്കാരം. പ്രധാന വാർത്തകൾ. കോഴക്കേസിൽ കെ സുരേന്ദ്രന് ജാമ്യം. സുൽത്താൻ ബത്തേരി നിയമസഭാ തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ കെ സുരേന്ദ്രന് ജാമ്യം. സുൽത്താൻ ബത്തേരി കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുൽത്താൻ ബത്തേരി നിയോജക മണ്ഡലത്തിൽ മത്സരിക്കാൻ CK ജാനുവിന് പണം നൽകിയെന്നായിരുന്നു കേസ്. കേസിൽ ഒന്നാം പ്രതിയാണ് കെ സുരേന്ദ്രൻ. പാരമ്പര്യ വൈദ്യൻ ഷാബാസ് ഷെരീഫ് വധക്കേസ് 3 പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി. ശിക്ഷാവിധി മറ്റന്നാൾ. ഷൈബിൻ അഷ്റഫ്, ഷിഹാബുദ്ദീൻ, 6ാം പ്രതി നിഷാദ് എന്നിവരാണ് കുറ്റക്കാർ. ഷൈബിൻ അഷ്റഫിന്റെ ഭാര്യ ഫഫ്സ്ന അടക്കമുള്ളവരെ വെറുതെ വിട്ടു. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ തെളിഞ്ഞതായും മഞ്ചേരി അഡീഷണൽ ജില്ലാ കോടതി പറഞ്ഞു. മൃതദേഹമോ മൃതദേഹ അവശിഷ്ടമോ കണ്ടെത്താത്ത കേസിൽ ശിക്ഷ വിധിക്കുന്ന കേരളത്തിലെ ആദ്യ കേസെന്ന് പോലീസ്. കേസിന്റെ ശിക്ഷാവിധി ഈ മാസം 22-ന് വിധിക്കും. സഹോദരിമാരെ പീഡിപ്പിച്ച അമ്മയുടെ സുഹൃത്ത് പിടിയിൽ. പ്രായപൂർത്തിയാകാത്ത സഹോദരിമാരെ 2 വർഷത്തിലേറെയായി ലൈംഗികമായി പീഡനത്തിന് ഇരയാക്കിയ ടാക്സി ഡ്രൈവർ അറസ്റ്റിൽ. കഴിഞ്ഞ 2 വർഷമായി 10ഉം 12ഉം വയസ്സുള്ള സഹോദരിമാരെ അയ്യമ്പുഴ സ്വദേശിയായ ടാക്സി ഡ്രൈവർ ധനേഷ് കുമാർ പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു. കുട്ടികളുടെ അമ്മയുമായി ഉണ്ടായിരുന്ന സൗഹൃദം മുതലെടുത്തായിരുന്നു പീഡനം. കുട്ടികളുടെ അമ്മയുടെ പങ്കും പരിശോധിച്ചു വരികയാണെന്ന് പോലീസ് അറിയിച്ചു. വസ്തുതർക്കത്തെ തുടർന്ന് അയൽവാസിയെ കുത്തിക്കൊന്നു. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ വസ്തുതർക്കത്തെ തുടർന്ന് അയൽവാസിയെ കുത്തിക്കൊന്നു. മാവിളക്കടവ് സ്വദേശി ശശിയാണ് മരിച്ചത്. താലൂക്ക് ഓഫീസിൽ നിന്നും ഉദ്യോഗസ്ഥരെത്തി വസ്തു അളക്കുന്നതിനിടെയായിരുന്നു കൊലപാതകം. അയൽവാസിയായ മണിയനാണ് ശശിയെ കുത്തിക്കൊന്നത്. മൃതദേഹം നെയ്യാറ്റിൻകര ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ബസും ടാങ്കർ ലോറിയും കൂട്ടിയിടിച്ച അപകടം. കൊച്ചി സീപോർട്ട് എയർപോർട്ട് റോഡിൽ വൻ ഗതാഗത കുരുക്ക്. ഇരുമ്പനത്ത് നിന്ന് കളമശ്ശേരിയിലേക്കുള്ള പാതയിൽ 5 കിലോമീറ്ററിലേറെ വാഹന ഗതാഗതം സ്തംഭിച്ചു. ടാങ്കർ ലോറിയും ബസും കൂട്ടിയിടിച്ച് അപകടമുണ്ടായതിനെ തുടർന്ന് ടാങ്കറിന്റെ ടയർ ഭാഗം തിരിഞ്ഞതോടെയാണിത്. ക്രെയിൻ എത്തിച്ച് ടാങ്കർ മാറ്റാനുള്ള ശ്രമം തുടരുകയാണ്. പെട്രോൾ നിറച്ച ടാങ്കർ ലോറി ഇരുമ്പനത്തെ പ്ലാന്റിൽ നിന്നും പുറത്തേക്കിറങ്ങിയപ്പോൾ ബസ്സിടിച്ചാണ് അപകടം. ഒരു ഓട്ടോറിക്ഷയും അപകടത്തിൽപ്പെട്ടു. ബസ് മാത്രമാണ് ആദ്യഘട്ടത്തിൽ റോഡരികിലേക്ക് മാറ്റിയിടാൻ സാധിച്ചത്. ടാങ്കർ ലോറി റോഡരികിൽ ഒഴിഞ്ഞ ഇടത്തേക്ക് മാറ്റാനായി ക്രെയിൻ ഉപയോഗിച്ച് വലിച്ചുകൊണ്ടു പോവുകയാണ്. അപകടത്തിൽ 3 പേർക്ക് സാരമായ പരിക്കേറ്റു. വാഹനത്തിന്റെ ക്യാബിനിൽ കുടുങ്ങിയ ഡ്രൈവറെ ഫയർഫോഴ്സ് പുറത്തെത്തിച്ചു.